തലസ്ഥാന നഗരത്തിലെ ഭരണം പിടിച്ചതിന്റെ ആഹ്ലാദം പങ്കിടാൻ 23 രാവിലെ 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ്. സുരേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിമാനത്താവളം മുതൽ സമ്മേളനവേദിയായ പുത്തരിക്കണ്ടം മൈതാനം വരെ വൻ റോഡ് ഷോയാണ് സജ്ജമാക്കുന്നത്. രാവിലെ 11 മണിക്ക് പുത്തരിക്കണ്ടം മൈതാനിയിൽ 1,00,000 പ്രവർത്തകർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തും. വികസിത തിരുവനന്തപുരത്തിന്റെ ബ്ലൂ പ്രിന്റ് മേയർ വി. രാജേഷിന് പ്രധാനമന്ത്രി കൈമാറും. 2030 വരെയുള്ള തിരുവനന്തപുരത്തിന്റെ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റാണ് നരേന്ദ്രമോദി അവതരിപ്പിക്കുന്നത്. കേരളത്തിന് അനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. വമ്പൻ റോഡ് ഷോ അടക്കം വിവിധ പരിപാടികളോടെ മോദിയെ സ്വീകരിക്കാനാണ് ബി.ജെ.പി. നേതാക്കളുടെ തീരുമാനം. 23 രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്തെത്തുന്ന മോദി റോഡ് ഷോയ്ക്ക് ശേഷം പുത്തരിക്കണ്ടം മൈതാനത്ത് റെയിൽവേയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിന് അനുവദിച്ച 4 പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ആണ് നിർവഹിക്കുക. 11 മണിക്ക് പുത്തരിക്കണ്ടം മൈതാനത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ബി.ജെ.പി. പ്രവർത്തകരെ മോദി അഭിസംബോധന ചെയ്യും. 1,00,000 പ്രവർത്തകരെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം. 4 പതിറ്റാണ്ട് നീണ്ട ഇടത് ഭരണം അവസാനിപ്പിച്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. പിടിച്ചെടുത്തത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ബി.ജെ.പി. ഒരു കോർപ്പറേഷന്റെ ഭരണം പിടിക്കുന്നത്. 101 അംഗ കോർപ്പറേഷനിൽ 50 സീറ്റുകൾ പിടിച്ചെടുത്തായിരുന്നു ബി.ജെ.പിയുടെ മുന്നേറ്റം. കോർപ്പറേഷൻ ഭരണം ലഭിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് നഗരത്തിന്റെ വികസന പദ്ധതി പ്രഖ്യാപിക്കുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരുന്നു. മേയറായി വി. രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്ത 28ാം ദിവസമാണ് മോദിയുടെ സന്ദർശനം. അതേസമയം മാലിന്യ പ്രശ്നം, തെരുവുനായ ശല്യം തുടങ്ങിയ വിഷയങ്ങളിലാണ് കോർപ്പറേഷൻ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്ന് മേയർ വി. രാജേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശനത്തോടെ ബി.ജെ.പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടവും സജീവമാകും. പാർട്ടി പ്രതീക്ഷ വയ്ക്കുന്ന ക്ലാസ് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ജില്ലയിലെ മോദിയുടെ സന്ദർശനം ബി.ജെ.പിക്ക് പ്രതീക്ഷ പകരുന്നുണ്ട്. കേരളത്തിൽ ബി.ജെ.പി. തികഞ്ഞ പ്രതീക്ഷയോടെയാണ് മുന്നേറുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 100ഓളം കൌൺസിലർമാരുണ്ട്. തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 45 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിച്ച് ജനങ്ങൾ ബി.ജെ.പിയിൽ വിശ്വാസമർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ തീർച്ചയായും ബി.ജെ.പിക്ക് ഒരു അവസരം നൽകുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മോദി പറഞ്ഞു. കേരളത്തിൽ ബി.ജെ.പിക്ക് ഏകദേശം 100 കൌൺസിലർമാരുണ്ടെന്ന് പറഞ്ഞ മോദി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ജനങ്ങൾ തീർച്ചയായും ബി.ജെ.പിക്ക് അവസരം നൽകുമെന്നതിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പറഞ്ഞു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാർട്ടി ഭരണത്തിൽ ഊന്നൽ നൽകിയതിന്റെ ഫലമാണ് ഈ വിജയം. സ്വാതന്ത്ര്യാനന്തര രാജ്യം വിവിധ ഭരണ മാതൃകകൾ കണ്ടു. കോൺഗ്രസിന്റെ കുടുംബ രാഷ്ട്രീയ മാതൃക, ഇടതുപക്ഷ മാതൃക, പ്രാദേശിക പാർട്ടികളുടെ മാതൃക, അസ്ഥിരമായ സർക്കാരുകളുടെ കാലഘട്ടം. എന്നാൽ ഇന്ന് രാജ്യം ബി.ജെ.പിയുടെ സ്ഥിരത, സദ്ഭരണം, വികസനം എന്നിവയുടെ മാതൃകയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നുവെന്നും മോദി പറഞ്ഞു. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ബി.ജെ.പിയുടെ 12ാമത് അധ്യക്ഷനായി ബീഹാറിൽ നിന്നുള്ള നിതിൻ നബീൻ ചുമതലയേറ്റ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പാർട്ടിയിൽ താൻ സാധാരണ പ്രവർത്തകൻ മാത്രമാണെന്നും നിതിൻ തന്റെ ബോസാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിലും നിയമസഭകളിലും മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ബി.ജെ.പി. കുതിക്കുകയാണ്. മഹാരാഷ്ട്ര മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ നേട്ടത്തോടെ 1-ാം നമ്പർ ശക്തിയായി ഉയർന്നു. 50% കൌൺസിലർമാരും ബി.ജെ.പിയുടേതാണ്. ബി.ജെ.പി. ഒരു കുടുംബവും സംസ്കാരവുമാണ്. പാർട്ടി അംഗത്വത്തെക്കാൾ ബന്ധങ്ങളാണ് പ്രധാനം. അധ്യക്ഷന്മാർ മാറിയാലും ആദർശവും ദിശയും മാറില്ല. താൻ 3-ാം തവണ പ്രധാനമന്ത്രിയായി, 50 വയസ്സിനുള്ളിൽ മുഖ്യമന്ത്രിയായി, 25 വർഷത്തിലേറെ അധികാര പദവിയിലിരുന്നു. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ബി.ജെ.പി. പ്രവർത്തകനായതാണ്. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, സ്ഥാനമൊഴിഞ്ഞ അധ്യക്ഷൻ ജെ.പി. നദ്ദ, ബി.ജെ.പി. മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, എം.പിമാർ, കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖർ അടക്കം സംസ്ഥാന അധ്യക്ഷന്മാർ, നേതാക്കൾ, സാധാരണ പ്രവർത്തകർ തുടങ്ങിയ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് നിതിൻ സ്ഥാനമേറ്റത്. സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ വലിയ സമര പരമ്പരകളാണ് ബി.ജെ.പി. ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നും നേതൃത്വം പറഞ്ഞു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെയും ദേവസ്വം മന്ത്രി വി. എൻ. വാസവന്റെയും വസതികളിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ നടത്തും. 22-ന് പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ ഓഫീസിലേക്കും തിരുവമ്പാടിയിലെ മുക്കത്തെ ഓഫീസിലേക്കും ബി.ജെ.പി. മാർച്ച് നടത്തും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.